What is x square from this? X square is equal to 100 minus 64, which is equal to 100 minus 64 is 36. So x is equal to 6. 6 meter ആയിരിക്കും the length of a wire attached to supportive wire ആണ് നമ്മൾ കണ്ടിട്ടുണ്ടാവും. Attached to a vertical pole of height 18 meter is 24 meter long and has a stake attached to this end. How far from the base of the pole should the stake be driven so that the wire will be taut? അതായത് നമുക്കറിയാം നമ്മൾ സാധാരണ പോസ്റ്റ് ഒക്കെ ഇടുന്നത് പോലെ ഈ പോസ്റ്റ് ഇടുമ്പോൾ നമുക്കറിയാം പോസ്റ്റിനെ നമ്മളൊരു സപ്പോർട്ടീവ് വയർ ഇങ്ങനെ കൊടുക്കാറുണ്ട്. ഓർമ്മയുണ്ടോ? കണ്ടിട്ടില്ലേ? പോസ്റ്റ് നമ്മൾ വെറുതെ പോസ്റ്റ് ഇങ്ങനെ നിർത്തുകയല്ല ചെയ്യുക, ഒരു സപ്പോർട്ടീവ് വയർ ഇങ്ങനെ സ്പോട്ടിന് ഇതിന് താഴെ ഒരു കുറ്റി അടിച്ചിട്ടാണ് നമ്മൾ അതിനെ വലിച്ചു കെട്ടുന്നത്. വലിച്ചു കെട്ടുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ സപ്പോർട്ട് കിട്ടാൻ വേണ്ടിയിട്ട്. സോ ഇവിടെ അവർ പറഞ്ഞിട്ടുണ്ട് വിത്തൗട്ട് എന്താണ് നമ്മൾ സാധാരണ നമ്മൾ നൂലൊക്കെ ഉണ്ടെങ്കിൽ ഇങ്ങനെ ഒരു വള്ളം പോലെ കിടക്കും. നമ്മൾ ഒരു വള്ളം പോലെ കിടക്കുമല്ലോ, വലിച്ചു കെട്ടിയില്ലെങ്കിൽ ഇങ്ങനെ കിടക്കും. അപ്പോൾ അതില്ലാത്ത രീതിയിൽ ഇറ്റ്സ് എ സ്ട്രെയിറ്റ് ലൈൻ. ഓക്കെ, ദാറ്റ് ദ വയർ വിൽ ബി ടോപ്പ്. അപ്പോൾ അങ്ങനെ കെട്ടിയിട്ടുള്ള ഒരു ഇതാണ്. ഇതിൽ പോസ്റ്റ് എന്ന് പറയുന്നത് ഇതാണ്. ദിസ് ഇസ് ദ പോൾ. പോൾ ഓഫ് ഹൈറ്റ് 18 മീറ്റർ. അപ്പോൾ 18 മീറ്റർ ആണ് പോളിൻ്റെ ഹൈറ്റ്. A wire attached to a vertical pole of height 18 meter is 24 meter long. So അവിടെ ഈ 24 meter long and has a stack attached over the end. How far is this? Is the same. അതായത് മറ്റതുപോലത്തെ അതേ ക്വസ്റ്റ്യൻ. How far from the base of the pole should the stake be driven so that the wire will be taut? അപ്പോൾ ഈ ബേസിൽ നിന്നും, പോളിന്റെ ബേസിൽ നിന്നും നമ്മൾ ഇവിടെയാണോ ഈ ആണി അല്ലെ ആ പഠിച്ച് ഇതിനെ വലിച്ചു കെട്ടേണ്ടത്? എത്ര ദൂരെയായിട്ട്? അതിനു മുമ്പ് 24 മീറ്റർ ലോങ് ആണ് ഈ വയർ. ഇതാണ് നമ്മൾ വലിച്ചു കെട്ടിയിരിക്കുന്ന വയർ. ഇതാണ് പോൾ. ആ പോളിൽ നിന്ന് വലിച്ചു കെട്ടിയിരിക്കുന്ന വയർ ഈ ബേസിൽ നിന്ന് എത്ര ദൂരത്തിലായിട്ട് വലിച്ചു കെട്ടണം? ഇത് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റില്ലേ? യു ടേക്ക് ദിസ് ആസ് വാട്ട് എക്സ്. സോ എക്സ് സ്ക്വയർ പ്ലസ് 18 സ്ക്വയർ ഇസ് ഈക്വൽ ടു 24 സ്ക്വയർ. ദെൻ ഫൈൻഡ് എക്സ് ഫ്രം ദിസ്. An aeroplane leaves an airport and flies due north at a speed of 1000 km per hour. At the same time, another aeroplane leaves the same airport and flies due west at a speed of 1200 km per hour. How far apart will be these two planes after 1.5 hours? So this actually, so let this be the airports, and one is actually flying towards north. Okay, one flight actually it is flying towards north. So you know this is the north direction. We don't know how far it actually traveled. നമുക്ക് പിന്നെ നോക്കാം. Flying due north at a speed of 1000 km per hour. So the speed here is 1000 km per hour. At the same time, another aeroplane leaves the airport and flies due west. So വെസ്റ്റിലേക്ക്, വെസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടുവേഴ്സ് ദ ദിസ് ഡയറക്ഷൻ അല്ലേ, ലെഫ്റ്റിലേക്ക് മറ്റൊരു എയറോപ്ലെയിൻ പോയി, വിച്ച് ഈസ് ആക്ച്വലി ഫ്ലൈയിങ് വിത്ത് എ സ്പീഡ് ഓഫ് 1200 km per hour. ഇതിന്റെ സ്പീഡ് എന്ന് പറയുന്നത് 1200 km per hour ആണ്. How far apart will be these two planes after 1.5 hours? 1.5 മണിക്കൂറിന് ശേഷം ഈ രണ്ട് പ്ലെയിനും
അവർ തമ്മിൽ എത്ര ദൂരത്തിലെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഐ തിങ്ക് വാട്ട് ഈസ് ദാറ്റ്? ഇപ്പം ഇത് ഞാൻ O, this be A and this be B. So what is that distance? How far will be the two planes after 1.5 hours? So this is what the distance traveled at, or distance traveled by the flight in 1.5 hour. ഇത് ഇത്രയാണെന്ന് വെച്ചു, ഇതും 1.5 hour ആണെന്ന് വെച്ചു. Then how far will be these two plane after 1.5 hours എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് പറയും? എന്തായിരിക്കും? ഏതാണ്? ഹൈപ്പോട്ടന്യൂസ് അല്ലേ? ആ ലെങ്ത് AB will be the distance. Correct? This is the distance to be determined. പക്ഷേ നമുക്കിവിടെ ഈ ഡിസ്റ്റൻസ് ട്രാവൽഡ് ബൈ ദ ഫ്ലൈറ്റ് ഇൻ 1.5 hour is not given. പക്ഷെ എന്ത് തന്നിട്ടുണ്ട്? സ്പീഡ് തന്നിട്ടുണ്ട്. അപ്പൊ സ്പീഡിൽ നമ്മൾ മനസ്സിലാക്കി ചെയ്യാം. രണ്ട് രീതിയിൽ ഇത് ചെയ്യാം. ഏതർ യു കൺവേർട്ട് ഇത് സ്പീഡായിട്ടും ഇത് ടൈമായിട്ടും എടുത്തിട്ട് നമുക്ക് കണ്ടെത്താൻ പറ്റും. അതല്ല എങ്കിൽ, അപ്പൊ അങ്ങനെയാണെങ്കിൽ വാട്ട് ഈസ് ഡിസ്റ്റൻസ്? ഡിസ്റ്റൻസ് ഇസ് ഈക്വൽ ടു, what is the formula for finding distance if speed and time is given? എന്താണ് ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ? സ്പീഡ് ഇൻറ്റു ടൈം അല്ലേ? അത് നമുക്കൊരു മെത്തേഡാണ്. കാരണം നമുക്കറിയാം ഡിസ്റ്റൻസ് ബൈ ടൈം ആണ് സ്പീഡ് എന്ന് പറയുന്നത്. അപ്പോൾ സ്പീഡ് ഇൻറ്റു ടൈം ആണ് ഡിസ്റ്റൻസ്. അപ്പോൾ ഇവിടെ 1000 കിലോമീറ്റർ ആണ് അവിടുത്തെ സ്പീഡ്. ടൈം എന്ന് പറയുന്നത് 1.5 hours. സോ വാട്ട് ഈസ് ദ ഡിസ്റ്റൻസ്? 1000 into 1.5, that is equal to 1500 kilometer is traveled by this flight. ഇനി ഇവിടെ ആണെങ്കിലോ distance is equal to speed into time, which is equal to 1200 into 1.5 hours. അതെ, ഒന്നര എന്ന് പറയുന്നത് 1.5 ആണ്. സോ വാട്ട് ഇറ്റ് ഈസ്? എത്രയാത്? 1800 കിലോമീറ്റർ. ഓക്കെ. ഇനി ഇത് നമുക്ക് അല്ലാതെ നമുക്ക് കണ്ടെത്താം. 1 മണിക്കൂറിൽ ഇത് 1000 കിലോമീറ്റർ ആണ്. അപ്പൊ അരമണിക്കൂറിൽ എത്ര കിലോമീറ്റർ സഞ്ചരിക്കും? 1 മണിക്കൂറിൽ 1000 ആണെങ്കിൽ അരമണിക്കൂറിൽ എത്ര സഞ്ചരിക്കും? 500 കിലോമീറ്റർ. അപ്പോൾ രണ്ടും കൂടെ കൂട്ടുന്നതായിരിക്കും ഇത് 1.5 മണിക്കൂറിൽ സഞ്ചരിക്കുന്നത്. 1 മണിക്കൂറിൽ 1000, പിന്നെ അരമണിക്കൂറിൽ 500 കൂടി ചേർത്ത് 1500. അതാണ് ഈ 1500. ഇനി ഇവിടെ ആണെങ്കിലും 1200 ആണ് 1 അവറിൽ. അരമണിക്കൂർ ആകുമ്പോൾ 600 കിലോമീറ്റർ പിന്നെ. അപ്പോൾ 1200 പ്ലസ് 600 1800. സോ വി ഗോട്ട് ദ ഡിസ്റ്റൻസസ് ഹിയർ. ദിസ് ഈസ് വാട്ട് 1500 and this is 1800. And you are asked to find this distance. It's the hypotenuse of this right triangle formed here by this. അല്ലേ? Two poles of height 6 meter and 11 meters stand on a plain ground. If the distance between the feet of the poles is 12 meter, find the distance between their tops. Okay. There are two poles, അല്ലേ? 2 balls ഉണ്ട്. നോക്ക്, ഒരെണ്ണം ഇത്. Another one is, this is of 6 meter and another one is of 11 meter. They both is actually on the same plain ground. So this is the plain ground. ഈ 2 poles, one of what 6 meter height, another one of 11 meter height. Both are actually on the same ground, plain ground. This one, if the distance between the feet of these poles is given as what 12 meters. So this is 12 meter. So the distance between their feet means the base distance 12 meter. Find the distance between their tops. So the distance between their top എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതായിരിക്കും? ഇതായിരിക്കും അല്ലേ? ഇവിടെ നിന്ന് നമ്മൾ ഇതിലേക്ക് വരയ്ക്കുന്ന ഡിസ്റ്റൻസ്. സോ വാട്ട് ഈസ് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദിയർ ടോപ്സ്? സോ ലെറ്റ് name this one A, B, C, D. So we are supposed to find what is CD. So for getting CD, one more construction is required in this. അല്ലേ? എന്തായിരിക്കും അത്? എന്ത് കൺസ്ട്രക്ഷൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് CD കിട്ടും? CD കണ്ടുപിടിക്കണമെങ്കിൽ ഈ ഡിയിൽ നിന്നൊരു ലൈൻ പാരലൽ ടു ദ ബേസ് AB നമ്മൾ വരയ്ക്കേണ്ടി വരും. കാര്യം എന്താ? എങ്കിൽ വി ഗോട്ട് എ
കാരണം ഇത് എ ബി എന്ന് പറയുന്നത് ഇതിന് പെർപെൻഡിക്കുലർ ആണ്. അപ്പോൾ അതറിയാം നമുക്ക് ഇവിടെ നിന്ന് ഡിയിൽ നിന്നൊരു പാരലൽ ലൈൻ പാരലൽ ടു എ ബി വരച്ച് ദാറ്റ് വിൽ ഓൾസോ ബി പെർപെൻഡിക്കുലർ ടു ദിസ് ബി സി ആൻഡ് ദിസ് ആംഗിൾ വിൽ ബി 90 ഡിഗ്രി ആൻഡ് സോ വി ഗെറ്റ് എ റൈറ്റ് ട്രയാങ്കിൾ ഹിയർ. അപ്പോൾ ഇതിന് ഞാൻ ഇവിടെ ഇപ്പോൾ പേര് കൊടുക്കുന്നത് ഇ എന്ന് കൊടുത്തു എന്ന് വെച്ചു. അപ്പോൾ ഈ DEC എന്ന് പറയുന്നത് ഒരു റൈറ്റ് ട്രയാങ്കിൾ ആണ് നമ്മൾ മനസ്സിലാക്കുന്നിടത്തോളം നമുക്ക് CD കണ്ടുപിടിക്കണമെങ്കിൽ ബി റിക്വയർ 2 more what parts of this triangle. ഏതൊക്കെയാ രണ്ട് പാർട്ട് നമുക്ക് റിക്വയർഡ് ആയിട്ട് വരുന്നത്? ടു ഗെറ്റ് CD, അതായത് ഇത് നമുക്ക് അറിയില്ല, അത് നമുക്ക് കണ്ടുപിടിക്കണം. ടു ഗെറ്റ് CD what are required? DE and EC അല്ലേ? DE and EC are required. DE എന്ന് പറയുന്നത് എത്രയായിരിക്കും? 12 meter. That will be 12 meter because it is parallel to this base AB അല്ലേ? അപ്പോൾ അതുകൊണ്ട് ഉറപ്പായിട്ടും അതെന്ത് 12 മീറ്റർ തന്നെയാണ്. വാട്ട് അബൌട്ട് EC? 5 meter. Very good. It is 11 minus 6 which is equal to 5 meter. Very good. കാരണം അത് നമുക്ക് 5 മീറ്റർ ആയിരിക്കും, അതിലൊരു സംശയമില്ല. ഇത് 12 മീറ്ററും ഇത് 5 മീറ്ററും because the whole height BC is actually what? 11 meter and from A to D which is parallel to BE and is equal to BE because ഇതെന്താ പെർപെൻഡിക്കുലർ ആണ്. അപ്പോൾ അതുകൊണ്ട് ഇതൊരു എന്തായിട്ട് മാറി? റെക്റ്റാങ്കിൾ ആയിട്ട് മാറി. അപ്പോൾ ഈ റെക്റ്റാങ്കിളിൽ ഓപ്പോസിറ്റ് സൈഡ്സ് ഈക്വൽ ആണ്, അതുകൊണ്ട് തന്നെ ഈ BE എന്ന് പറയുന്നത് 6 മീറ്റർ ആയിരിക്കും. അപ്പം ടോട്ടൽ ഹൈറ്റ് 11 ആണെങ്കിൽ അതിൽ നിന്ന് 6 കുറച്ച് കഴിഞ്ഞാൽ 5 മീറ്റർ നമുക്ക് അവിടെ CE ആയിട്ട് കിട്ടും. നൗ വാട്ട് ഈസ് എക്സ്? അപ്പോൾ എന്ത് ചെയ്യും? x square is equal to 12 square plus 5 square. Okay, do it to get what is x from this. Another question. Okay. D and E are points on the sides A and CB respectively of triangle ABC, right angled at C. Okay. നമ്മളൊരു റൈറ്റ് ട്രയാങ്കിൾ ഉണ്ട്. ABC എന്ന് പറയുന്ന ഒരു റൈറ്റ് ട്രയാങ്കിൾ ആണ്. ഇറ്റ് ഈസ് റൈറ്റ് ആംഗിൾ അറ്റ് C. റൈറ്റ് ആംഗിൾ അറ്റ് C. അപ്പോൾ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ആദ്യം നമ്മൾ ആ C മാർക്ക് ചെയ്തു. Then we have A and B as the other two vertices. Okay, so this is the right triangle ACB or ABC, right angle at C, and D and E are the points on the side CA. CA യിലെ പോയിന്റ് ആണ് D and CB യിലെ പോയിന്റ് ആണ് ഏത്? E അല്ലേ? Such that what to be proved here? AE square. Okay, അപ്പോൾ അതിൻ്റെ അർത്ഥം we should join AE. ഈ AE square എന്ന് പറയുന്നത് പ്ലസ് BD square. So we should join BD also. ഈ BD square എന്ന് പറയുന്നത് ഏതിന് തുല്യമാണെന്ന് പറയുന്നു? AB square plus DE square. Or DE also to be joined. Let us join this DE also. See, ഇവിടെ ഐ തിങ്ക് ഇവിടെ കുറെ ഈ പറഞ്ഞിരിക്കുന്ന AE ആകട്ടെ, AE എന്ന് പറയുന്നത് എന്താണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ? വാട്ട് ഈസ് AE ഇൻ ദിസ് ഫിഗർ? നമ്മളിപ്പോൾ ശരിക്കും പറഞ്ഞാൽ പ്രൂവ് ചെയ്തിരിക്കുന്നത്, വേണമെങ്കിൽ അത് രണ്ടും ഒരേ കളറിലിട്ട് കാണിക്കാം. ഈ കണ്ടോ, ഞാനിപ്പോൾ വരച്ചിരിക്കുന്ന രണ്ട് ലൈൻസ്, അവയുടെ സം എന്ന് പറയുന്നത് AE സ്ക്വയറിനും BD സ്ക്വയറിനും തുല്യമാണെന്നാണ് പ്രൂവ് ചെയ്യാനുള്ളത്. ലൈനിന്റെ സ്ക്വയറിന്റെ സം. ഇനി നമുക്ക് ഓരോ ലൈനും എടുത്ത് പരിശോധിക്കാം. ഒന്ന് നോക്കിയേ, ഈ ആദ്യം നമുക്ക് AE എടുക്കാം. ഈ AE എന്ന് പറയുന്നത് കാണുമ്പോൾ നിങ്ങൾക്ക് എന്താ തോന്നുന്നത്? വാട്ട് ഈസ് AE ശരിക്കും? AE എന്ന് പറയുന്നത് എന്താ? എന്താണ് AE? ഇറ്റ് ഈസ് ഹൈപ്പോട്ടിന്യൂസ്. വെരി ഗുഡ്. ഇറ്റ് ഈസ് എ ഹൈപ്പോട്ടിന്യൂസ് ഓഫ് ദ റൈറ്റ് ട്രയാങ്കിൾ AC അല്ലേ? ശരിയല്ലേ?
And what is BD? What is BD? Altitude. BD altitude ആണോ മോനെ? BD എന്ന് പറയുന്നത് it is the hypotenuse of the right triangle DCB. കണ്ടോ? BD എന്ന് പറയുന്നത് ഒരു ഹൈപ്പോട്ടന്യൂസ് തന്നെയാണ്. ആൾട്ടിറ്റ്യൂഡ് ആണ് നമുക്ക് പറയാൻ പറ്റില്ല. യു മൈറ്റ് ഹാവ് കൺഫ്യൂസ്ഡ് ഇറ്റ് വിത്ത് an altitude because ഇവിടെ BD എന്ന് പറയുന്നത് ഈ AC എന്ന് പറയുന്നതിൽ വന്ന് മീറ്റ് ചെയ്യുന്നതുകൊണ്ടാണ്. പക്ഷെ അത് 90 ഡിഗ്രി ആണെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. ഇറ്റ്സ് നോട്ട് ഗിവൺ ആൾസോ. അതാവത്തുമില്ല. അതിന് റീസൺ ഉണ്ട്. അപ്പൊ BD എന്ന് പറയുന്നത് അനദർ ഹൈപ്പോട്ടന്യൂസ് യു ഫൗണ്ട് ഇൻ ദിസ് ഫിഗർ അല്ലെ? മറ്റൊരു ഹൈപ്പോട്ടന്യൂസ് ആണ്. പക്ഷെ അവിടുത്തെ ട്രയാങ്കിൾ വേറെയാണ്. ഏതാണ്? DCB എന്ന് പറയുന്ന ട്രയാങ്കിളിലെ ഹൈപ്പോട്ടന്യൂസ് ആണ് ഇത്. ആൻഡ് വാട്ട് അബൌട്ട് DE? ഈ DE എന്താ? ഹൈപ്പോട്ടന്യൂസ്. അതും ഒരു ഹൈപ്പോട്ടന്യൂസ് ആണ്. ഹൈപ്പോട്ടന്യൂസ് ഓഫ് എ ട്രയാങ്കിൾ DCE. അടുത്ത വാട്ട് അബൌട്ട് AB? obviously that is the right triangle given അല്ലേ? ഹൈപ്പോട്ടന്യൂസ് ആണ് AC എന്ന് പറയുന്നത്, AB എന്ന് പറയുന്നത്. അപ്പൊ ഇനി നമുക്കൊരു കാര്യം ചെയ്യാം. നമുക്കറിയാവുന്ന കാര്യങ്ങൾ നമുക്കൊന്ന് എഴുതി നോക്കാം. ഈ AB-യും അത് AB എടുത്തു കഴിഞ്ഞാൽ വാട്ട് ഈസ് AB സ്ക്വയർ? യു ടെൽ മീ വാട്ട് ഈസ് AB സ്ക്വയർ? വാട്ട് ഈസ് AB സ്ക്വയർ? ഇത് വെറുതെ അറിയാൻ വേണ്ടിട്ട്. AC സ്ക്വയർ പ്ലസ് എന്താണ്? BC സ്ക്വയർ. ഇത് ഏത് ട്രയാങ്കിളാണ് കൺസിഡർ? ട്രയാങ്കിൾ ABC ഈസ് കൺസിഡേർഡ് അല്ലേ? ഇനി ട്രയാങ്കിൾ DCE കൺസിഡർ ചെയ്ത് കഴിഞ്ഞാലോ വാട്ട് ഈസ് DE സ്ക്വയർ? CD സ്ക്വയർ പ്ലസ് CE സ്ക്വയർ. വെരി ഗുഡ്. ഇത് രണ്ടും നമ്മൾ അറിയാൻ വേണ്ടി എഴുതി വെച്ചതാ. ഇനി നമുക്ക് നമ്മുടെ ക്വസ്റ്റ്യനിലേക്ക് പോവാം. അവര് നമ്മുടെ അടുത്ത് പറഞ്ഞിരിക്കുന്നത് യു ഫൈൻഡ് AE സ്ക്വയർ ആൻഡ് BD സ്ക്വയർ, യു ആഡ് ഇറ്റ് അപ്പ്, യു ഗെറ്റ് വാട്ട് AB സ്ക്വയർ ആൻഡ് DE സ്ക്വയർ എന്നാ പറയുന്നത്. സം ഓഫ് ദിസ് AB സ്ക്വയർ ആൻഡ് DE സ്ക്വയർ കിട്ടുന്നതാണ്. എന്നാൽ നമുക്കൊന്ന് നോക്കാം. വാട്ട് ഈസ് AE സ്ക്വയർ പ്ലസ് BD സ്ക്വയർ? എന്താണ് AE സ്ക്വയർ പ്ലസ് BD സ്ക്വയർ നോക്കാം. വാട്ട് ഈസ് AE സ്ക്വയർ? AE സ്ക്വയർ എന്ന് പറഞ്ഞാൽ വിച്ച് ട്രയാങ്കിൾ ടു ബി കൺസിഡേർഡ്? ഏത് ട്രയാങ്കിളാ കൺസിഡർ ചെയ്യണ്ടേ? AC. ACE അനുസരിച്ചിട്ട് നിങ്ങൾ പറഞ്ഞ വാട്ട് ഈസ് AE സ്ക്വയർ? AC സ്ക്വയർ പ്ലസ് CE സ്ക്വയർ. AC സ്ക്വയർ പ്ലസ് CE സ്ക്വയർ. അതിലൊരു സംശയമില്ല. ഇത് നമ്മൾ ട്രയാങ്കിൾ ACE ഈസ് കൺസിഡേർഡ് അല്ലേ? അടുത്തതോ വാട്ട് ഈസ് അബൌട്ട് BD സ്ക്വയർ? BD സ്ക്വയർ എങ്ങനെ കിട്ടുക? BC സ്ക്വയർ പ്ലസ് CB സ്ക്വയർ. BC സ്ക്വയർ പ്ലസ് CD സ്ക്വയർ ആണ് നമ്മുടെ BD സ്ക്വയർ. അത് ഏത് ട്രയാങ്കിൾ? അതേതാ ട്രയാങ്കിൾ BCD. ട്രയാങ്കിൾ BCD അല്ലേ? ഇനി ഇത് നിങ്ങൾ ഒന്ന് നോക്കിയേ. നമുക്ക് വേണ്ട ആൻസർ AB സ്ക്വയറും DE സ്ക്വയറിന്റെയും സമ്മാണ്. അപ്പൊ AB സ്ക്വയറിന്റെ സം എന്ന് പറഞ്ഞാൽ AB സ്ക്വയർ ഇൻ എക്സ്പാൻഡഡ് വേ എന്താണ്? AC സ്ക്വയർ പ്ലസ് BC സ്ക്വയർ ആണ്. AC സ്ക്വയർ പ്ലസ് BC സ്ക്വയർ ആണ്. AC സ്ക്വയർ പ്ലസ് എന്താണ്? BC സ്ക്വയർ ആണ്. അപ്പൊ നമ്മൾ ഈ തന്നിരിക്കുന്നതിനകത്ത് ആ സാധനം ഉണ്ടോ? നോക്കിയേ. ഉണ്ട്. ഇതും കൂടെ സം ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടുമെന്ന് അർത്ഥം ABC. അപ്പൊ നമ്മൾ ഒന്ന് റീറൈറ്റ് ചെയ്താൽ മതി. AC സ്ക്വയർ പ്ലസ് BC സ്ക്വയർ ഒരുമിച്ച് കിട്ടും. ഒന്ന് റീറൈറ്റ് ചെയ്യുന്നു, ഒരു റീഅറേഞ്ച്മെന്റ് ഓഫ് വാട്ട് ദി സം, അത്രേ ഉള്ളൂ. ഇനി നമുക്ക് DE സ്ക്വയർ കിട്ടണമെങ്കിൽ CD സ്ക്വയർ പ്ലസ് CE സ്ക്വയർ വേണം. അതുണ്ടോ? നോക്ക്, ഇവിടെ ഉണ്ടല്ലോ. അത് രണ്ടും കൂടെ ഒരുമിച്ച് കിട്ടും. റീഅറേഞ്ച്മെന്റ് ഓഫ് വാട്ട് ദി സം, അത്രേ ഉള്ളൂ. CD സ്ക്വയർ. ഇനി നമുക്ക് AC സ്ക്വയർ പ്ലസ് BC സ്ക്വയർ ഈസ് വാട്ട്? ഇറ്റ് ഈസ് നൺ അതർ ദാൻ AB സ്ക്വയർ പ്ലസ് CE സ്ക്വയർ പ്ലസ് CD സ്ക്വയറോ? ഇറ്റ് ഈസ് DE സ്ക്വയർ. സോ വി ഗോട്ട് ദ റിലേഷൻ. കണ്ടോ? പക്ഷെ ഇത് ഒരുപാട് ക്വസ്റ്റ്യൻസ് ഇതിൽ നിന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. മനസ്സിലായല്ലേ? ഇതിൽ AE സ്ക്വയറും BD സ്ക്വയറും തന്നേക്കാം, AB സ്ക്വയറും തന്നേക്കാം. എന്നിട്ട് നിങ്ങളുടെ അടുത്ത് എന്ത് ചോദിക്കാം? ഇതിലേതെങ്കിലും ഒരെണ്ണത്തിന്റെ ലെങ്ത് ചോദിക്കാം. അപ്പൊ ഇത് കാണുമ്പോൾ, ഈ ക്വസ്റ്റ്യൻ കാണുമ്പോൾ നമ്മൾ ഈ രീതിയിലാണ് അത് മുന്നോട്ട് പോകേണ്ടതെന്നുള്ളത് ഓർമ്മ ഉണ്ടായാൽ മതി. ഓക്കെ,
അടുത്ത ക്വസ്റ്റ്യൻ. നോക്കിയേ, the perpendicular from A on the side BC of triangle ABC intersect BC at D such that BD equal to 3CD. Prove that 2AB square is equal to AC square plus BC square. ഇവിടെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ എ ബി സി എന്ന് പറയുന്ന ഒരു ട്രയാങ്കിൾ, ആൻഡ് ഇറ്റ് ഈസ് നോട്ട് ഗിവൺ ദാറ്റ് ദിസ് ട്രയാങ്കിൾ എ ബി സി ഈസ് എ റൈറ്റ് ആംഗിൾഡ് ട്രയാങ്കിൾ. ദാറ്റ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഇത് എ ബി സി എന്ന് പറയുന്നത് റൈറ്റ് ട്രയാങ്കിൾ ആയിട്ടൊന്നും തന്നിട്ടില്ല. പകരം they have drawn a perpendicular from the vertex A to BC. BC-യിലേക്ക് ഒരു പെർപെൻഡിക്കുലർ വരച്ചിട്ടുണ്ട്. അപ്പോൾ ഇറ്റ് ഈസ് ആൻ ആൾട്ടിറ്റ്യൂഡ്. എ ഡി എന്ന് പറയുന്നത് ഒരു ആൾട്ടിറ്റ്യൂഡാണ്. വിച്ച് ഇന്റർസെക്ട് എ ബി സി അറ്റ് ഡി. അത് ഇന്റർസെക്ട് ചെയ്യപ്പെട്ട ആ പോയിന്റ് ശരിക്കും പറഞ്ഞാൽ the way it divides this BC is given. എന്താണ് ഈ ബി ഡിയും സി ഡിയും ഏത് റേഷ്യോയിലാണ് ഡിവൈഡ് ചെയ്യപ്പെട്ടിരിക്കുന്നത് പറയാമോ? At what ratio this BD and CD were divided? 1:3 അല്ലേ? ഇത് ഒരു പാർട്ടാണെങ്കിൽ ഇത് 3 പാർട്ടാണ്. അപ്പൊ അതവിടെ പറഞ്ഞിട്ടുണ്ട്. ബി ഡി ഈസ് 3 times ഓഫ് സി ഡി. സി ഡിയുടെ 3 മടങ്ങാണ് ഈ ബി ഡി എന്ന് പറയുന്നത്. അതായത് സി ഡി 3 times എടുത്തു വെക്കണം. സോ വെൻ യു ഡിവൈഡ് ഇറ്റ് ഇൻ ടു 4 parts, ഔട്ട് ഓഫ് വിച്ച് 1 part ഈസ് സി ഡി ആൻഡ് 3 part ഈസ് ബി ഡി. അങ്ങനെയല്ലേ അതിന്റെ മീനിങ്? അല്ലേടേ, അതിന്റെ മീനിങ് അതാണോ? ആർ യു ഗെറ്റിംഗ് മൈ ക്വസ്റ്റ്യൻ? ഇതിന്റെ മീനിങ് എന്താ? സി ഡി ഒരു പാർട്ടും ബി ഡി 3 പാർട്ടും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യു ഡിവൈഡ് ബി സി ഇൻടു എന്താണ് 4 parts അല്ലേ? ഔട്ട് ഓഫ് വിച്ച് 1 part എന്താണ് സി ഡിയും 3 part എന്തായിരിക്കും ബി ഡിയും ആയിരിക്കും. അതാണല്ലോ അതിന്റെ മീനിങ്. ശരിയല്ലേ? സോ ദിസ് അപ്പൊ അങ്ങനെയാണെങ്കിൽ ഈ ബി സിയും സി ഡിയും തമ്മിലുള്ള റിലേഷൻ നമുക്ക് എങ്ങനെ പറയാം? ബി സി എന്ന് പറയുന്നത് ഹോൾ. ഇതില് എത്ര പാർട്ടാണ്? മൊത്തം എത്ര പാർട്ടുണ്ട്? ഇതിനെ എത്രയായിട്ട് ഡിവൈഡ് ചെയ്തേക്കുന്നു? ബി സിയെ 4 ആയിട്ട്. അതിൽ എത്ര പാർട്ടാ സി ഡി? 1. അപ്പൊ നമ്മൾ എന്താ പറയും? സി ഡി ഈസ് ഈക്വൽ ടു 1/4 ഓഫ് ബി സി അല്ലേ? മൊത്തം 4 പാർട്ടിൽ ഒരെണ്ണം. ശരിയല്ലേ? ആൻഡ് വാട്ട് അബൌട്ട് ബി ഡി? ബി ഡി ഈസ് 3/4 B. 3/4 BC. ഇത് എന്തിനു എഴുതി എന്നുള്ളത് നിങ്ങൾ വിചാരിക്കും, സാർ എന്തിനിപ്പോ ഇങ്ങനെ എഴുതാൻ പോയെന്ന് അല്ലെ? അതിന്റെ കാരണം വേറൊന്നുമല്ല. ഞാൻ ഇവിടെ നോക്കുമ്പോൾ വാട്ട് ടു ബി പ്രൂവ്ഡ് ഹിയർ, ഇറ്റ് ഈസ് ടു ബി പ്രൂവ്ഡ് ആസ് 2AB square is equal to 2AC square plus BC square. ഇത് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഇതിനകത്ത് AB is there അല്ലെ, AC is there and BC is there. There is no BD, no CD and no AD. ഉണ്ടോ? ഈ പറഞ്ഞ ഏതെങ്കിലും സാധനം ഉണ്ടോ? ഇല്ല അല്ലെ? അപ്പൊ ഇതില് ഈ പറഞ്ഞ സി ഡിയോ ബി ഡിയോ എ ഡിയോ അല്ലാതെ വേറെ എന്തെങ്കിലും ഉണ്ടോ? അല്ല, മീൻസ് ഈ പറഞ്ഞ ഈ സി ഡിയോ എ ബിയോ ബി സിയോ എ സിയോ അല്ലാതെ സി ഡിയോ ബി ഡിയോ എ ഡിയോ ഉണ്ടോ? അപ്പൊ അങ്ങനെ ഉണ്ടെങ്കിലല്ലേ നമ്മൾ അതിന്, അങ്ങനെ ഇല്ലാതിരിക്കുമ്പോൾ അതിന്റെ അർത്ഥം സംതിങ് ഹാസ് ടു ബി സബ്സ്റ്റിറ്റ്യൂട്ടഡ് ഫോർ ദിസ് സി ഡി ആൻഡ് ബി ഡി. ഇനി എ ഡിയെ കുറിച്ച് നമുക്ക് പിന്നെ ചിന്തിക്കാം. ബട്ട് സി ഡി ആൻഡ് ബി ഡി ഇവിടെ വരാം. കാരണം എന്താ, നമ്മൾ ഈ സ്ക്വയർ റിലേഷൻ ഇവിടെ അപ്ലൈ ചെയ്യണമെങ്കിൽ ഉറപ്പായിട്ടും നമുക്ക് റൈറ്റ് ട്രയാങ്കിൾസ് അത്യാവശ്യമായിട്ട് വരുന്നുണ്ട്. അപ്പൊ ഈ റൈറ്റ് ട്രയാങ്കിൾസ് വേണം എന്ന് പറയുമ്പോൾ ഈ റൈറ്റ് ട്രയാങ്കിൾസ് എവിടെ ഉള്ളത്? ഇവിടെ എ ഡി എന്ന് പറയുന്ന ഈ പെർപെൻഡിക്കുലർ കൊണ്ടുണ്ടാക്കപ്പെട്ടിട്ടുള്ള 2 റൈറ്റ് ട്രയാങ്കിൾസേ ഉള്ളൂ. അല്ലാതെ വേറെ റൈറ്റ് ട്രയാങ്കിൾസ് ഒന്നും കണ്ടുപിടിക്കാൻ പറ്റില്ല. കാരണം അല്ലെങ്കിൽ നമുക്ക് എളുപ്പമായിരുന്നു. എ ബി സ്ക്വയർ എന്ന് പറയുന്നത് ഇതിപ്പോ 90 ഡിഗ്രി വല്ലതും ആയിരുന്നുവെങ്കിൽ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് എ ബി സിയിൽ പൈതഗോറസ് പ്രോപ്പർട്ടി അപ്ലൈ ചെയ്യാമായിരുന്നു. പക്ഷെ ഇത് അപ്ലൈ ചെയ്യാൻ പറ്റത്തില്ല. അപ്പൊ അവിടെ റൈറ്റ് ട്രയാങ്കിൾ വേണമെങ്കിൽ എ ഡി എന്ന് പറയുന്ന ഈ ആൾട്ടിറ്റ്യൂഡ് ഡിവൈഡ് ചെയ്ത് ഉണ്ടാക്കപ്പെടുന്ന ഈ 2 റൈറ്റ് ട്രയാങ്കിളേ ഉള്ളൂ.
അപ്പോൾ നമ്മളെ ഉദ്ദേശം മനസ്സിലായി. നമുക്ക് ഈ ഒരു റിലേഷനിൽ എത്താൻ വേണ്ടിയിട്ട് നമുക്ക് ആദ്യം വാട്ട് ഈസ് എ ഡി സ്ക്വയർ ഫ്രം ദിസ് ട്രയാങ്കിൾ എ ഡി നോക്കാം. ഓക്കെ, ഏതാണ്? കൺസിഡർ ട്രയാങ്കിൾ എ ഡി സി. വാട്ട് ഈസ് എ ഡി സ്ക്വയർ ഫ്രം ദാറ്റ്? ഇറ്റ് ഈസ് എ സി സ്ക്വയർ മൈനസ് സി ഡി സ്ക്വയർ. ശരിയാണോ? 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 അവിടെ എ സി സ്ക്വയർ മൈനസ് സി ഡി സ്ക്വയർ അല്ലേ? എ സി എന്ന് പറയുന്നത് അതിന്റെ റൈറ്റ് ട്രയാങ്കിൾ അല്ലേ? സോറി, എ സി എന്ന് പറഞ്ഞാൽ ഹൈപ്പോട്ന്യൂസ് അല്ലേ? ആണോ? അടുത്തത് ഏതാ? മറ്റേ ചെറിയ ട്രയാങ്കിൾ ഏതാ? കൺസിഡർ ട്രയാങ്കിൾ എ ഡി ബി. എന്താണ്? വാട്ട് ഈസ് എ ഡി സ്ക്വയർ അഗെയിൻ? വാട്ട് ഈസ് എ ഡി സ്ക്വയർ? ഇറ്റ് ഈസ് എ ബി സ്ക്വയർ മൈനസ് ബി ഡി സ്ക്വയർ. അപ്പൊ ഇവിടെ എന്തുകൊണ്ടായിരിക്കും? ഇതൊരു ലോജിക്കാണ്. ഞാനിപ്പോൾ ഈ പറഞ്ഞ ഈ ലോജിക്ക് നിങ്ങളുടെ മനസ്സിലുണ്ടാവണം. കാരണം നിങ്ങൾ ഇനി ഈ സെമസ്റ്ററിലല്ല, മീൻസ് നെക്സ്റ്റ് സെമസ്റ്ററിൽ നിങ്ങൾ പഠിക്കാൻ പോകുന്ന മറ്റൊരു ചാപ്റ്റർ ഉണ്ട്, ആപ്ലിക്കേഷൻസ് ഓഫ് ട്രിഗണോമെട്രി. അപ്പോൾ അവിടെ നമ്മൾ ഈ ലോജിക്ക് അപ്ലൈ ചെയ്യും. ഈ ലോജിക്ക് മറ്റൊന്നുമല്ല. ഇഫ് യു വാണ്ട് ടു എലിമിനേറ്റ് സംതിങ്, എലിമിനേറ്റ് ചെയ്യണം ഒരു പാർട്ടിനെ എലിമിനേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ യു ഫൈൻഡ്, ഇപ്പം അതിനൊരു കോമൺ പാർട്ടാണ് അത് വരികയാണെങ്കിൽ നിങ്ങൾ അതിനെ കണ്ടുപിടിക്കുക. ആ കോമൺ പാർട്ട് കണ്ടുപിടിക്കാൻ ശ്രമിക്കുക. കണ്ടുപിടിച്ചതിന് ശേഷം അത് രണ്ടിനും കോമൺ പാർട്ട് വരുന്ന സ്ഥിതിക്ക് ആ രണ്ടിൻ്റെയും ആ കോമൺ പാർട്ടിനെ തമ്മിൽ ഇക്വേറ്റ് ചെയ്യാൻ പറ്റും. ഇവിടെ തന്നെ നിങ്ങൾ നോക്കി ഈ ഇക്വേഷൻ എടുക്കാം. ഫസ്റ്റ് വൺ ഇക്വേഷൻ, ദ സെക്കൻഡ് വൺ. ഈ ഫസ്റ്റ് ഇക്വേഷനും സെക്കൻഡ് ഇക്വേഷനും ഡിനോട്ട്സ് വാട്ട് ഈസ് എ ഡി സ്ക്വയർ. അപ്പം ഞാൻ ഈ എ ഡി സ്ക്വയർ ആണല്ലോ രണ്ടിനെ ഇക്വേറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇതിനെ രണ്ടിനെയും കൂടെ നമുക്ക് ഇക്വേറ്റ് ചെയ്യുമ്പോൾ എ ഡി സ്ക്വയർ എന്നുള്ള ആ മാരണം നമ്മളെ കയ്യിൽ നിന്ന് മാറിക്കോളും. കാരണം നമ്മുടെ ആൻസറിൽ എ ഡി സ്ക്വയർ ഇല്ല, അത് നിങ്ങൾ ശ്രദ്ധിക്കുക. അപ്പോൾ ആ എ ഡി സ്ക്വയർ ഇല്ലാതാക്കാനുള്ള ഒരു വഴിയാണ് ഞാൻ ഈ പറഞ്ഞത്. അപ്പോൾ എ ഡി സ്ക്വയർ എന്ന് പറയുന്നത് രണ്ട് ട്രയാങ്കിളിലും കോമൺ പാർട്ടായിട്ട് വരുന്നതും നമ്മൾ അതിനെ ഇക്വേറ്റ് ചെയ്തു. അപ്പോൾ എ ഡി സ്ക്വയർ എന്താണെന്ന് കണ്ടുപിടിച്ചതിന് ശേഷം അവ തമ്മിൽ അങ്ങോട്ട് ഇക്വേറ്റ് ചെയ്യുക. അപ്പോൾ ഫ്രം 1 and 2 what you can write? What you can write? Tell me. It is AC square minus CD square is equal to AB square minus BD square. Equal to AB square minus BD square. ഇങ്ങനെ എഴുതാം. അപ്പോൾ ഇവിടെ നമ്മുടെ ഒരു പ്രശ്നക്കാരൻ മാറി. ആരാണ്? എ ഡി സ്ക്വയർ എന്നുള്ള ആ പ്രശ്നക്കാരൻ നമുക്ക് ഇവിടുന്ന് മാറി കിട്ടി. ഇനി അടുത്ത നമുക്ക് മാറ്റാനുള്ളത് ആരൊക്കെയാണ്? നമ്മുടെ ആൻസറിൽ എന്തില്ല? സി ഡി ഇല്ല, ബി ഡി ഇല്ല. നോക്ക്, എ ബി, എ സി ആൻഡ് ബി സി ഉണ്ട്. അപ്പോൾ ഇവിടെ എ സി ഉണ്ട്, എ ബി ഉണ്ട്. ബട്ട് സി ഡി ആൻഡ് ബി ഡി ആർ ദെയർ. ബട്ട് അത് എന്ത് പാടില്ല? സി ഡിയും ബി ഡിയും ആൻസർ ഉണ്ടാവാൻ പാടില്ല. സോ നമ്മൾ അവിടെ എന്ത് ചെയ്യും? വാട്ട് യു വിൽ ഡു? അതിന് വേണ്ടിയിട്ടാണ് നമ്മളിവിടെ തയ്യാറാക്കി വെച്ചിട്ടുണ്ട് രണ്ടുപേര്. എന്താ അത്? സി ഡി ക്യാൻ ബി സബ്സ്റ്റിറ്റ്യൂട്ടഡ് ആസ് വാട്ട് 1/4 ബി സി. ദെയർ യു ഗെറ്റ് ബി സി. കണ്ടാ, ബി സി ഇവിടെ ഉണ്ട്. അപ്പോൾ ബി സിയിലേക്ക് അതിനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ടി വരും. കാരണം എന്താ? സി ഡി നമുക്ക് ഉപയോഗിക്കാൻ പറ്റത്തില്ല. അതാണ് അതിൻ്റെ റീസൺ. അപ്പോൾ സി ഡി ഉപയോഗിക്കാൻ പറ്റാത്തതുകൊണ്ട് നമ്മൾ ഈ എ സി സ്ക്വയർ മൈനസ്, ഇൻസ്റ്റെഡ് ഓഫ് സി ഡി സ്ക്വയർ വി റൈറ്റ് ഇറ്റ് ആസ് ബി സി ബൈ 4 ദ ഹോൾ സ്ക്വയർ. കറക്റ്റ്? വിച്ച് ഈസ് ഈക്വൽ ടു എ ബി സ്ക്വയർ മൈനസ് ബി ഡി സ്ക്വയറിന് പകരം എന്ത് കൊടുക്കാം? 3/4 3bc/4 എന്താ? ഹോൾ സ്ക്വയർ. അപ്പോൾ ഇവിടെ നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഒരു കാര്യം മനസ്സിലാവും. എന്തുകൊണ്ട് നമ്മൾ ഈ സബ്സ്റ്റിറ്റ്യൂഷൻ നടത്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബിക്കോസ് വാട്ട് ടു ബി പ്രൂവ്ഡ് ഇൻ ദിസ്, അതാണ് ഇവിടുത്തെ പ്രശ്നം. ഇവിടെ നമുക്കറിയാം ഈ റിലേഷൻ ഈസ് ടു ബി പ്രൂവ്ഡ് അല്ലെ? 2ab square is equal to 2ac square plus bc square. അപ്പോൾ അത് പ്രൂവ് ചെയ്യണമെങ്കിൽ we should not have what cd and bd in it. അപ്പോൾ cd and bd ക്ക് പകരം നമുക്ക് ഇങ്ങനെ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കേണ്ടി വരും ഇൻ ടേംസ് ഓഫ് ബി സി. അങ്ങനെ ബി സിക്ക് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്തു. ഇനി നമുക്ക് ഇതിന് പ്യുവർ ആൾജിബ്രയാണ് ഇതിലുള്ളത്. ഈ ഒരു പ്രോബ്ലം കഴിഞ്ഞു. ഇതിലെ ജോമെട്രി പാർട്ട് തീർന്നു. ഇനി ആൾജിബ്ര പാർട്ട് മാത്രമേ ഉള്ളൂ. നോക്കിയേ, എ സി സ്ക്വയർ ആൻഡ് എ ബി സ്ക്വയർ. ഇതെന്താ വരും? എ സി സ്ക്വയർ മൈനസ് ബി സി സ്ക്വയർ ബൈ 16 which is equal to ab square minus 9bc square by 16. So take the LCM here. 16 ac square minus bc square by 16 is equal to 16 ab square minus 9bc square by 16, which again 16 and 16 get cancelled. What is 16a square? 16 ac square minus bc square is equal to 16 ab square minus 9 bc square.
ഇനി നമ്മൾ ബി സി സ്ക്വയറിൻ്റെ ടേംസ് ഒരുമിച്ച് കൊണ്ടുവരാം. ഇവിടെ -9 ബി സി സ്ക്വയർ ഇങ്ങോട്ട് കൊണ്ടുവരാം. അപ്പോൾ എന്ത് വരും? 16 എ സി സ്ക്വയർ മൈനസ് ബി സി സ്ക്വയർ പ്ലസ് 9 ബി സി സ്ക്വയർ ഇസ് ഈക്വൽ ടു 16 എ ബി സ്ക്വയർ. Then what is that? 16 AC square plus 8 BC square is equal to 16 AB square. So from which we can see that 8 is a common factor in all these terms. Okay, നമുക്ക് 8 common എടുത്തു കഴിഞ്ഞാൽ what is it? 2 AC square plus BC square is equal to 16 into അതായത് ഇവിടെ വരും 16 AB square. Okay. So 8 കൊണ്ട് ഇവിടെ ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് വരും? 2 AC square plus BC square is equal to 2 AB square. That to be proved. ഇതാണ് നമ്മളിത് പ്രൂവ് ചെയ്യേണ്ടത്. അപ്പോൾ ഇത് പരീക്ഷയ്ക്ക് എങ്ങനെ ക്വസ്റ്റ്യൻ ചോദിക്കുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയും ലെങ്തിയിലൊക്കെ വരുമെന്ന് അറിയില്ല. ബട്ട് ഇതൊക്കെ എവിടെയെങ്കിലുമൊക്കെ അപ്ലൈ ചെയ്യാൻ നിങ്ങൾക്ക് ഉപയോഗിക്കാം. അതാണ് അതിൻ്റെ പ്രത്യേകത. ഞാൻ ഈ പറഞ്ഞ ലോജിക്കുകളാണ് ഇതിലെ പാർട്ട്. പരീക്ഷയ്ക്ക് ചിലപ്പം ചോദിച്ചുകൂടായികയൊന്നുമില്ല. എ സിയോ ബി സിയോ ഇത് ഒരു ട്രയാങ്കിൾ തരിക. വെറുതെ ഇതിൻ്റെ ഒരു ബ്യൂട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെറുതെ ഒരു ട്രയാങ്കിൾ തന്നു കഴിഞ്ഞാൽ ഹൗ ദിസ് സൈഡ്സ് ഓഫ് ദ ട്രയാങ്കിൾസ് ആർ റിലേറ്റഡ്. അവിടെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓൺലി ദിസ് കണ്ടീഷൻ ഷുഡ് സാറ്റിസ്ഫൈ. ഏത്? അവിടുന്ന് ഇങ്ങനെ ഒരു ട്രയാങ്കിളിനകത്ത് വെൻ യു ഡ്രോ ആൻ ആൾട്ടിറ്റ്യൂഡ് ടു വൺ ഓഫ് ഇറ്റ് സൈഡ് ദാറ്റ് ഡിവൈഡ്സ് ദാറ്റ് സൈഡ് ഇൻ ദ റേഷ്യോ 1:3 ആണെങ്കിൽ ദിസ് ഹാപ്പൻസ്. അപ്പോൾ അവർ ഒരു ട്രയാങ്കിൾ തന്നിട്ട് അതിൻ്റെ ഒരു സൈഡിലേക്ക് ഒരു ആൾട്ടിറ്റ്യൂഡ് വരച്ച് അത് 1:3 റേഷ്യോയിൽ ഡിവൈഡ് ചെയ്യുമെന്ന് മാത്രം പറഞ്ഞാൽ മതി. ദെൻ ദിസ് റിലേഷൻ ഹോൾഡ്സ് ഫോർ ദാറ്റ് പർട്ടിക്കുലർ ട്രയാങ്കിൾ. ദാറ്റ് മീൻസ് നിങ്ങൾക്ക് രണ്ട് സൈഡ് കഴിഞ്ഞാൽ മൂന്നാമത്തെ സൈഡ് കണ്ടുപിടിക്കാൻ പറ്റും. മനസ്സിലായല്ലേ? ഈ നിങ്ങൾക്ക് ഏതിൻ്റെ ലെങ്ത് ഒന്നും വേണ്ട, ആൾട്ടിറ്റ്യൂഡിൻ്റെ ലെങ്തോ ഒന്നും വേണ്ട. നിങ്ങൾക്ക് ഏതെങ്കിലും രണ്ട് സൈഡ് തന്നാൽ മൂന്നാമത്തെ സൈഡ് കണ്ടുപിടിക്കാമെന്ന് അർത്ഥം. അപ്പോൾ അതങ്ങനെ ചോദിക്കാം. പക്ഷേ പ്രൊവൈഡഡ് ദാറ്റ് കണ്ടീഷൻ എന്താണ്? an altitude towards any one of the side which divides that side into what? Into the ratio 1:3. Okay. അടുത്തത് ഇതൊക്കെ ഒരു ഫണ്ടമെന്റൽ ആയിട്ടുള്ള ഒരു ഇതാണ് കേട്ടോ. ഇപ്പൊ ഞാൻ ഈ എഴുതുന്നതൊക്കെ അതൊക്കെ നിങ്ങൾക്ക് എന്താണ് ഈ പറഞ്ഞിരിക്കുന്നത്? An equilateral triangle ABC, D is a point on side BC such that BD is equal to 1/3 BC. Prove that 9 AD square is equal to 7 AB square. ഒരു equilateral triangle ഉണ്ട്. ഇത് equilateral triangle ആണെന്ന് വെച്ചോളൂ. So you know what is equilateral triangle? ABC എന്ന് പറയുന്ന equilateral triangle. D is a point on the side BC such that BD equal to 1/3 BC. ഇപ്പോൾ ഇവിടെ ഞാൻ I took a point D such that ഈ BD യും BC യും തമ്മിലുള്ള റേഷ്യോ പറഞ്ഞിട്ടുണ്ട്. BD equal to 1/3 BC. So what about CD? BD 1/3 BC ആണെങ്കിൽ what is CD? ആരാ പറഞ്ഞതേ? BD equal to 1/3 BC. BD എന്ന് പറയുന്ന BC യുടെ ഒരു പാർട്ടാണ്. Then what about that CD? എന്തായിരിക്കും CD? 2/3 BC. 2/3. It is 2/3 BC because ഇതിന്റെ മീനിങ് BD എന്ന് പറയുന്നത് ഇതിന്റെ ഒരു പാർട്ട് എന്ന് പറഞ്ഞാൽ ബാക്കി രണ്ട് പാർട്ട് ആയിരിക്കണം CD. എന്നാലല്ലേ BC എന്ന് പറയുന്നത് മുഴുവനാവത്തുള്ളൂ. അപ്പോൾ ഇത് 2/3 BC ആണ്. Now ഇത് നമ്മുടെ കയ്യിലുണ്ട്. ഇനി അവർ പറഞ്ഞിരിക്കുന്നത് പ്രൂവ് ദാറ്റ് 9 AD സ്ക്വയർ ഇസ് ഈക്വൽ ടു 7 AB സ്ക്വയർ. കണ്ടോ? AD എന്ന് പറയുന്നത് ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ ഈ 9 AD സ്ക്വയർ എന്ന് പറയുന്നത് 7 AB സ്ക്വയറിന് പ്രൂവ് ചെയ്യാം. ഈ ഇതിന്റെ അർത്ഥം എന്താ? 9 AD നമുക്ക് പ്രൂവ് ചെയ്യാനുള്ള 9 AD സ്ക്വയർ ഇസ് ഈക്വൽ ടു 7 AB സ്ക്വയർ ആണ്. വിച്ച് ഇസ് സെയിം ആസ് വാട്ട് 7
BC square, which is same as what? 7 AC square. എന്തുകൊണ്ടാ ഈ 9 AD square കണ്ടുപിടിച്ചാൽ 7 AB square എന്നാ പ്രൂവ് ചെയ്യാനുള്ളത്. Is it same as 7 BC square? ആണോ? Yes, sir. Because AB equal to BC equal to AC ആണ്. ഇതൊരു ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ ആണ്, എല്ലാ സൈഡും തുല്യമാണ്. അപ്പോൾ AB square into 7 തുല്യമായിരിക്കും BC square into 7, അതിന് തുല്യമായിരിക്കും AC square into 7. So either you prove 9 AD square as 7 AB square or 7 BC square or 7 AC square. It doesn't matter. Actually all these values are one and the same only. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഇതിൽ ഏതെങ്കിലും ഒരു ഓപ്ഷൻ പ്രൂവ് ചെയ്യണം. എങ്ങനെ പ്രൂവ് ചെയ്യും? അപ്പോൾ ഈ സ്ക്വയർ വന്നപ്പോൾ തന്നെ മനസ്സിലായി വി റിക്വയർ എ റൈറ്റ് ട്രയാങ്കിൾ ഹിയർ ടു ഡിറ്റർമിൻ ദീസ് തിങ്സ് അല്ലേ. അപ്പോൾ നമ്മൾ ഈ റൈറ്റ് ട്രയാങ്കിളിലേക്ക് പോകുമ്പോൾ നമുക്ക് എന്ത് വേണം? ഇവിടെ ഇപ്പം ഇത് ഇക്വിലാറ്റർ ട്രയാങ്കിൾ ആണ്. സോ ഓൾ ദീസ് ആംഗിൾസ് ആർ 60 ഡിഗ്രി. അപ്പോൾ നമുക്കൊരു 90 ഡിഗ്രി വേണമെങ്കിൽ ഓൺലി വൺ ഓപ്ഷൻ എന്താ? ഡ്രോ എ പെർപെൻഡിക്കുലർ അല്ലേ. ജസ്റ്റ് ഡ്രോ എ പെർപെൻഡിക്കുലർ. ഇത് എൻ്റെ കൺസ്ട്രക്ഷൻ ശരിയല്ല. ശരിയാണ്. സോ നൗ യു ഫീൽ ലൈക്ക് ഇത് ഒരു ഇക്വിലാറ്റർ ട്രയാങ്കിൾ ആയിട്ട് തോന്നും. ഓക്കെ, അപ്പോൾ ഇവിടെ ഞാനൊരു ആൾട്ടിറ്റ്യൂഡ് വരച്ചു. എന്താണ് ആൾട്ടിറ്റ്യൂഡ്? ഇത് 90 ഡിഗ്രി ആണ്. ലെറ്റ്സ് നെയിം ഇറ്റ് ABCD. എന്താ കൊടുക്കാം? E കൊടുക്കാം. അപ്പോൾ E എന്ന് പറയുന്ന പോയിന്റിന്റെ പ്രത്യേകത ആർക്കെങ്കിലും പറയാമോ? E is the midpoint of BC. E is the midpoint of BC. ഈ BCയുടെ മിഡ് പോയിന്റ് ആയിരിക്കും E എന്ന് പറയുന്നത്. കാരണം എന്താ? നമുക്കറിയാം an altitude of an equilateral triangle is same as that of its median, is same as that of its perpendicular bisector, is same as that of its angle bisector. അപ്പോൾ അതുകൊണ്ട് AE എന്ന് പറയുന്നത് ഇതിന്റെ ആൾട്ടിറ്റ്യൂഡ് മാത്രമല്ല, ഇതിന്റെ ഒരു മീഡിയനും കൂടെയാണ്. So the point of intersection of this AE with BC, that is E, is the midpoint of BC also. അപ്പോൾ ഇത് മിഡ് പോയിന്റ് ആവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ വീണ്ടും കുറച്ച് കാര്യങ്ങൾ കിട്ടിയാണ്. വാട്ട് ഈസ് BE? BE എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? ഇറ്റ് ഈസ് ഹാഫ് ഓഫ് BC അല്ലേ? ശരിയല്ലേ? അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഇവിടെ കിട്ടിയിട്ടുള്ളത്. ഇനി നമുക്ക് ഇതിലെ ചോദ്യത്തിലേക്ക് പോവാം. അവിടെ AD സ്ക്വയർ ഇസ് ഈക്വൽ ടു 7 AB സ്ക്വയർ എന്ന് കണ്ടുപിടിക്കണം. വാട്ട് ഈസ് AD സ്ക്വയർ? നമുക്ക് ഒരു കൺസിഡർ ഏതാ? ട്രയാങ്കിൾ ADE. Tell me what is AD square? What is AD square in it? AP square plus DP square. AE square plus അല്ലേ? AE square. E അല്ലേ മോനെ? AE square plus DE square. DP square. DE square. Okay. This is E. Okay. AE square plus DE square. അപ്പോൾ നമ്മൾ ADE എന്ന് പറയുന്ന ട്രയാങ്കിൾ കൺസിഡർ ചെയ്യും. കാരണം നമുക്ക് AD സ്ക്വയർ എത്രയാണെന്നാ ചോദ്യം. അപ്പോൾ AD സ്ക്വയർ എന്താണെന്ന് അറിയണമെങ്കിൽ ഈ ട്രയാങ്കിൾ കൺസിഡർ ചെയ്താലല്ലേ AD സ്ക്വയർ എന്തെന്ന് കിട്ടും. ഇനി അവിടെ ഒരു പ്രശ്നം, നമ്മുടെ ആൻസറിനെ സംബന്ധിച്ചിടത്തോളം അതിനകത്ത് എന്തേ ഉള്ളൂ? AB സ്ക്വയർ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇവിടെ ഈ തന്നിരിക്കുന്ന AD സ്ക്വയർ ഇസ് ഈക്വൽ ടു AE സ്ക്വയർ ആൻഡ് DE സ്ക്വയർ എന്ന് തന്നിരിക്കുന്ന ഈ സമ്മിനകത്തുനിന്ന് നമ്മൾ ഏതിലേക്ക് മാത്രം എത്തണം? AB സ്ക്വയറിലേക്ക് മാത്രം എത്തണമെന്ന് മനസ്സിലായി. അപ്പോൾ ഈ AE സ്ക്വയറിന് നമുക്ക് മറ്റേതെങ്കിലും രീതിയിൽ ഇൻ ടേംസ് ഓഫ് AB കണ്ടെത്താൻ പറ്റുമോ? എന്നാലോചിച്ച് നോക്കൂ. ഈ AE സ്ക്വയറിന് പറ്റുമോ? ആലോചിച്ച് നോക്കൂ. പറ്റൂടെ? വല്ല രക്ഷയുണ്ടോ? AE square is equal to AB square minus BE square. വെരി ഗുഡ്. നമുക്ക് AE സ്ക്വയറിനെ എങ്ങനെ എഴുതാം? AB സ്ക്വയർ മൈനസ് BE സ്ക്വയർ എന്ന് എഴുതാം. അവിടെ ഏതാ ട്രയാങ്കിൾ കൺസിഡർ ചെയ്തത്? കൺസിഡർ ട്രയാങ്കിൾ
ABE അല്ലേ, ABE, AB. ABE എന്നുള്ള ട്രയാങ്കിൾ കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ യു ഗെറ്റ് ദിസ് റിലേഷൻ. ഇൻസ്റ്റെഡ് ഓഫ് AE സ്ക്വയർ യു റൈറ്റ് AB സ്ക്വയർ മൈനസ് BE സ്ക്വയർ. അത് എന്തിനു വേണ്ടി നമ്മൾ അങ്ങനെ എഴുതിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ്സ് വെരി സിമ്പിൾ. എന്താ, നമ്മുടെ ആൻസറിൽ AB സ്ക്വയർ മാത്രമേ ഉള്ളൂ. സോ എനിവേ വി ആർ ഇൻ റിക്വയർ വാട്ട്, നമുക്കവിടെ ഒരു ABയുടെ ടേം അവിടെ മസ്റ്റാണ്. വി റിക്വയർ എ ടേം AB ഹിയർ, അപ്പോൾ AB സ്ക്വയർ ഹിയർ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്തു, വി found a value what AE square as AB square minus BE square. ഇനി പ്ലസ് അടുത്ത DE സ്ക്വയർ. DE എന്ന് പറയുന്നത് ഇതാണ്. ഇത് സംബന്ധിച്ചിടത്തോളം ഇവിടെ ഒരു ട്രയാങ്കിളെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുള്ളൂ. ഏതാണ്? DEA എന്നുള്ള ഒരൊറ്റ ട്രയാങ്കിളേ ഉള്ളൂ. അതാണ് നമ്മൾ ഉപയോഗിച്ച് ഇപ്പോൾ DE സ്ക്വയർ കണ്ടു. പിന്നെ വീണ്ടും ആ DE സ്ക്വയർ എന്തെന്ന് എഴുതിയിട്ട് കാര്യമില്ലല്ലോ. മറ്റേതെങ്കിലും വഴിയിൽ കൂടെ DE സ്ക്വയറിനെ മാറ്റാൻ പറ്റുമോ? അതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. കാരണം DE എന്ന് പറയുന്നത് നമ്മുടെ പാർട്ട് ആയിട്ട് വരുന്നേ ഇല്ല. അപ്പൊ പ്രൊവൈഡഡ് നിങ്ങൾ ചിന്തിക്കാനുള്ളത് ഇങ്ങനെ വേണം ചിന്തിക്കാൻ. ഇവിടെ AB തന്നെ വരണമെന്ന് നമ്മൾ ശഠിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇറ്റ് ക്യാൻ ബി എയ്തർ AB ഓർ BC ഓർ AC, ബിക്കോസ് AB വന്നാലും BC വന്നാലും AC വന്നാലും നമുക്ക് ഒരുപോലെയാണ്, ബിക്കോസ് ഇറ്റ്സ് ആൻ ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ. സോ യു പ്ലീസ് തിങ്ക് ബേസ്ഡ് ഓൺ ദിസ് ഫാക്ട്. എന്താണ് DE? എനി ഐഡിയ? ഉണ്ടോ? DE കുറിച്ച് എന്തെങ്കിലും പറയാൻ പറ്റുന്നുണ്ടോ? DE കുറിച്ച് എന്തെങ്കിലും പറയാൻ പറ്റുന്നുണ്ടോ? 1/3 of AB. 1/3 ഓഫ് DE 1/3 ഓഫ് AB എന്ന് പറയാൻ പറ്റുമോ മോളെ? DE എന്ന് പറയുന്നത് ഇതാണ്. ഈ ഡിസ്റ്റൻസ് 1/3 ആണെന്ന് പറഞ്ഞിട്ടില്ല. BD is given as 1/3 of BC. അത് BD is equal to DE. BD equal to DE ആണെങ്കിൽ അങ്ങനെ പറയാൻ പറ്റുള്ളൂ. അത് നമുക്ക് പറയാനും പറ്റില്ല. എന്താണ്? B എന്താ പറഞ്ഞേ? BE മൈനസ് BE മൈനസ് DE എന്ന് പറയുന്നത് എങ്ങനെ എഴുതാം? BE മൈനസ് പറഞ്ഞോ? 1/3 of BC. 1/3 ഓഫ് BC എന്ന് കാട്ടി നമുക്ക് ആദ്യം ചെറുതായിട്ട് എഴുതാം. അതായത് ഈ DE എന്ന് പറയുന്നതിനെ നമുക്ക് ഇങ്ങനെ എഴുതിക്കൂടെ? DE is equal to BE മൈനസ് BD അല്ലേ? ആണോ? BE മൈനസ് BE എന്ന് പറഞ്ഞാൽ ഇതോട്ട് ഇതുവരെ ഈ ലെങ്ത്, അതിൽ നിന്നും BD കുറയ്ക്കുന്നതല്ലേ DE? ആണോ? 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 എന്തുകൊണ്ട് അങ്ങനെ എഴുതി എന്നുള്ളത് നമുക്ക് ഇത് എഴുതിയതിന് ശേഷം ചിന്തിക്കാം. അതായത് BE മൈനസ് BD ആണ് എന്തോന്ന് DE എന്ന് പറയുന്നത്, ദ ഹോൾ സ്ക്വയർ. നൗ എന്തുകൊണ്ട് ഇങ്ങനെ എഴുതി? നമുക്കറിയാം. ഇപ്പൊ നമ്മൾ ഇവിടെ എഴുതിയിരിക്കുന്നതിലുള്ള എല്ലാം നിങ്ങളൊന്ന് പരിശോധിച്ച് നോക്കും. ഒന്ന് AB സ്ക്വയർ, മറ്റൊന്ന് BE. BE എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ആക്ച്വലി വാട്ട്, ഹാഫ് ഓഫ് BC അല്ലേ? ആണോ? BCയുടെ പകുതിയല്ലേ? BCയുടെ പകുതിയല്ലേ BE? അപ്പൊ BC എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ABക്ക് തുല്യമാണ്. അതുകൊണ്ട് ഇറ്റ് ഈസ് ആക്ച്വലി യു ക്യാൻ പുട്ട് ദിസ് BE ഇൻ ടേംസ് ഓഫ് AB. അതൊരു ഫാക്ട്. അപ്പൊ ഇവിടെയും BE അങ്ങനെ എഴുതാം. BD എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ആൾസോ ഗിവൺ ഹിയർ. BD ഈക്വൽ ടു 1/3 BC. അപ്പൊ BC എന്ന് പറഞ്ഞാൽ അഗെയിൻ ഇറ്റ് ഈസ് ഈക്വൽ ടു AB. സോ യു ക്യാൻ റൈറ്റ് BD ആസ് 1/3 AB ഓർ 1/3 BC. അപ്പൊ അവിടെ എഴുതാൻ പറ്റും. അപ്പൊ അതിന്റെ അർത്ഥം ഓൾ ദീസ് ടേംസ് നമ്മൾ ഇവിടെ എഴുതിയിട്ടുള്ള എല്ലാ ടേംസും ഇൻ ടേംസ് ഓഫ് AB ഓർ BC സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പറ്റുന്ന ടേംസ് ആണ്. സോ ദാറ്റ്സ് വൈ വി ഫൗണ്ട് ദ വാല്യൂ DE ആസ് BE മൈനസ് BD. അല്ലെങ്കിൽ നമ്മൾ DE എന്ന് പറയുന്നത് എത്രയാണെന്ന് നമുക്ക് ഒരു ഐഡിയ ഇല്ല. കാരണം E എന്ന് പറയുന്ന മിഡ് പോയിന്റ് ആണെന്ന് അറിയാം. ആൻഡ് D ആക്ച്വലി ദ പോയിന്റ് വിച്ച് ഡിവൈഡ്സ് ഇറ്റ് ഇൻടു 3 ഈക്വൽ പാർട്ട്. ബട്ട് DE വി ഡോണ്ട് നോ എക്സാക്ട്ലി. അപ്പൊ അതുകൊണ്ട് നമുക്കത് പറയാനും പറ്റത്തില്ല. സോ ദിസ് ഇസ് ദ വേ വി ആക്ച്വലി ഫൗണ്ട് വാട്ട് ഈസ് DE. ഇനി ക്ലിയർ അല്ലേ? ഇനി നമുക്ക് എന്ത് ചെയ്താൽ മതി? AB സ്ക്വയർ അതുപോലെ എഴുതി മൈനസ്
BE എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് BC by 2 the whole square പ്ലസ് again BE എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ BC by 2 മൈനസ് BD എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ BC by 3 the whole square. So everything in BC. So ഒരു സ്റ്റെപ്പും കൂടെ എഴുതാം എന്നിട്ട് ചെയ്യാം. AB square മൈനസ് BC എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ ഇറ്റ് ഈസ് AB only. AB by 2 the whole square plus here again it is AB by 2 minus AB by 3 the whole square, which is equal to AB square minus AB square by 4 plus AB by 2 minus AB by 3. അത് വരും 3AB minus 2AB by 6. AB by 6 the whole square. What is that? AB square minus AB square by 4 plus AB square by 36. Now multiplying through what by 36? അപ്പോൾ എന്ത് വരും 36 AB square 36 AB square minus 9 AB square because 4 into 36 36 and 4 then plus 1 AB square the whole divided by 36. Sorry. What is that? It is AD square only. നമ്മൾ AD സ്ക്വയറിലാണ് ഈ ചെയ്ത് പോകുന്നത്. അപ്പോൾ 36 AD square is equal to 36 AB square minus 9 AB square. 36 minus 8 ഇത് എത്രയായി 28 AB square ആവും. So ഇത് എത്ര 9 AD square is equal to 7 AB square എന്നാവും. So that's what we proved. ഇവിടെയും ഈ റിലേഷൻ ഇറ്റ് ഈസ് ആക്ച്വലി എ റിലേഷൻ വിത്ത് ഇറ്റ്സ് ഹൈപ്പോട്ന്യൂസ്. സോറി റിലേഷൻ വിത്ത് ഇറ്റ്സ് സൈഡ്. ഏതാണ് ഈ AD എന്ന് പറയുന്നത് ഇത് ആൾട്ടിറ്റ്യൂഡ് ഒന്നും അല്ല. AD എന്ന് പറയുന്നത് എന്താണ് ഇറ്റ്സ് എ ലൈൻ സെഗ്മെന്റ് ഡ്രോൺ ടു one of the side of a equilateral triangle which divide that side in the ratio 1:3. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അല്ലേ. അതായത് ഒരു ഇക്വിലാറ്ററൽ ട്രയാങ്കിളിലെ ഒരു സൈഡിലേക്ക് വരയ്ക്കുന്ന ഒരു ലൈൻ വിച്ച് ഡിവൈഡ്സ് ദറ്റ് സൈഡ് ഇൻ ദ റേഷ്യോ 1:3 ആണെങ്കിൽ ദിസ് റിലേഷൻ ഹോൾഡ്. ദ ലെങ്ത് ഓഫ് ദറ്റ് ലൈൻ സെഗ്മെന്റ് ഈസ് ഈക്വൽ ടു സ്ക്വയർ ഓഫ് ദ ലെങ്ത് ഓഫ് ദ ലൈൻ സെഗ്മെന്റ് ഇൻറ്റു 9 ഈസ് ഈക്വൽ ടു 7 ടൈംസ് ദ സ്ക്വയർ ഓഫ് ഇറ്റ് സൈഡ്. ഇതാണ് ആ റിലേഷൻ. ഓക്കെ ഓക്കെ ആണോ ഇത് പ്രോബ്ലം? ഇത് അനദർ വെരി ഇമ്പോർട്ടൻറ്റ് പ്രോബ്ലം. ഇത് നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് ഇഷ്ടം പോലെ മൾട്ടിപ്പിൾ ചോയ്സിൽ ചോദിക്കാവുന്ന മറ്റൊരു ക്വസ്റ്റ്യൻ ആണ്. ഇൻ എൻ ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ പ്രൂവ് ദാറ്റ് 3 times the square of one side is equal to 4 times the square of its altitude. കണ്ട ഇതൊരു തിയറം പോലെയാണ്, ശരിക്കും ഒരു തിയറമാണ്. ഒരു ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ എടുത്തു കഴിഞ്ഞാൽ ഇതൊരു ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ ആണ് എന്ന് വെച്ചോ. ABC 3 times the square of one of its side is equal to 4 times the square of its altitude. അപ്പോൾ ഞാനിവിടെ ഒരു ആൾട്ടിറ്റ്യൂഡ് വരയ്ക്കാം. ഈ ആൾട്ടിറ്റ്യൂഡിന് ഞാൻ പേര് കൊടുത്തു D. അതായത് 3 times the square of one of its sides എന്ന് പറഞ്ഞത് എന്താണ്? ടു പ്രൂവ് വാട്ട്? 3 times the square of one side is equal to എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3 into AB ആണെങ്കിൽ AB square which is equal to 4 times the square of its one of its altitude 4 times AD square. അപ്പോൾ ഇത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായി ഇറ്റ്സ് എ വെരി ഇമ്പോർട്ടൻറ്റ് റിസൾട്ട് അല്ലേ. അതായത് ഒരു സൈഡ് തന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ആൾട്ടിറ്റ്യൂഡ് എളുപ്പത്തിൽ കണ്ടുപിടിക്കാനുള്ള ഒരു വഴിയാണ് ഇത്. നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. നിങ്ങൾ നേരത്തെ കണ്ടുപിടിച്ചു. ഇപ്പോൾ A ആണ് ആൾട്ടിറ്റ്യൂഡ്. ഇഫ് സി ഫോർ എക്സാമ്പിൾ ദ ലെങ്ത് ഓഫ് ദ സൈഡ് ഈസ് A, നമുക്ക് ആൾട്ടിറ്റ്യൂഡിൻ്റെ ലെങ്ത് ഇതിൽ നിന്ന് കണ്ടുപിടിക്കാം. നമുക്ക് 3A square എന്ന് പറയുന്നത് 4AD സ്ക്വയറിന് തുല്യമാണ്. സോ വാട്ട് ഈസ് AD സ്ക്വയർ? AD സ്ക്വയർ എന്ന് പറയുന്നത് എന്താണ്? 3/4A square ആയിരിക്കും. വാട്ട് ഈസ് AD then? റൂട്ട് ഓഫ്
3/4 a square which is equal to √3/2 a. കേട്ടാ, ഇത് ആൾട്ടിറ്റ്യൂഡിന്റെ ലെങ്ത് ആണ്. നിങ്ങൾ അല്ലാതെ മറ്റേ ഇത് a ആണെങ്കിൽ ഇത് a/2 ആയിരിക്കും. അങ്ങനെ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ യു ആർ ഗോയിങ് ടു ഗെറ്റ് ദിസ് ഓൺലി. അപ്പോൾ ഇതെങ്ങനെ നമ്മൾ പ്രൂവ് ചെയ്യുക? ജനറൽ ആയിട്ട് ഒന്ന് ചിന്തിച്ച് എങ്ങനെ പ്രൂവ് ചെയ്യും? നമ്മളിപ്പോൾ ഉപയോഗിച്ച അതേ പിന്നെ ലോജിക്ക് തന്നെ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. ഹൗ ഡു വി പ്രൂവ് ദിസ്? ഒന്ന് ആലോചിച്ചിട്ട് പറഞ്ഞു പെട്ടെന്ന് പറഞ്ഞോളൂ. എങ്ങനെ കണ്ടുപിടിക്കുക? എങ്ങനെയാണ് കണ്ടുപിടിക്കുക? നിങ്ങൾ തന്നെ ആലോചിച്ചേ. ഇവിടെ ഇതാണ് പ്രൂവ് ചെയ്യാനുള്ളത്. അപ്പോൾ എങ്ങനെ തുടങ്ങും? പെട്ടെന്ന് പറ. ഇത് സിമ്പിൾ അല്ലേ? എങ്ങനെ പ്രൂവ് ചെയ്യാം? പറയടേ. എന്ത് കണ്ടുപിടിക്കും? നമ്മൾ ഈ സ്ക്വയർ റിലേഷൻ ഹോൾഡ് ചെയ്യണമെങ്കിൽ എന്ത് വേണം? എന്താ വേണ്ട ഇവിടെ? എന്ത് വേണോടെ? ഇത് എന്ത് ട്രയാങ്കിൾ ആയത്? ഇതെന്ത് ട്രയാങ്കിൾ ആയത്? ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ. നമ്മൾ ഈ ഇപ്പൊ പഠിച്ചുകൊണ്ടിരിക്കുന്ന വേർഷനിൽ തന്നെ നമുക്കറിയാം പൈതഗോറസ് പ്രോപ്പർട്ടി നമുക്ക് അപ്ലൈ ചെയ്യണമെങ്കിൽ അതിനകത്ത് എന്ത് വേണം? എന്ത് വേണം? റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ. നിങ്ങൾക്ക് റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ഇതിനകത്ത് കാണാൻ പറ്റുന്നുണ്ടോ? ഏതാ അത്? ADB. ഓക്കെ, ADB ഉണ്ട്, ADC ഉണ്ട്. സോ കൺസിഡർ ട്രയാങ്കിൾ ADB. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എന്താ? AB സ്ക്വയർ AD സ്ക്വയർ തമ്മിലുള്ള റിലേഷൻ. സോ ഫൈൻഡ് വാട്ട് ഈസ് എന്ത് കണ്ടുപിടിക്കണം? ഫൈൻഡ് വാട്ട് ഈസ് എന്ത് കണ്ടുപിടിക്കണോടെ? AD സ്ക്വയർ കണ്ടുപിടിക്കണം. വാട്ട് ഈസ് AD സ്ക്വയർ ഫ്രം ദിസ്? In triangle ADB, what is AD square? AD square equal to AB square minus BD square. AB square minus BD square. ഇനി നമുക്കറിയാം ഇതിനകത്ത് വേണ്ടാത്തത് ഏതാ? Because our relation is with the AD square and AB. BD is not required. So we need to substitute something for BD so that BD can be in terms of AB. അങ്ങനെ ഏതെങ്കിലും ഉണ്ടോ? BD AB യിലേക്ക് മാറ്റാൻ പറ്റും? AB/2. Yeah, very good. ആദ്യം BC/2 എഴുതാം അല്ലേ? ബിക്കോസ് AB സ്ക്വയർ മൈനസ് എന്താണ്? BC/2 the whole square. Because we know it is an equilateral triangle. Obviously that altitude is same as that of its median also. So the point D is the midpoint of BC. So BD equal to half of BC. നമുക്കറിയാം. അടുത്ത സ്റ്റെപ്പിൽ as she said എന്താണ്? AB square minus BC can be written as what? AB/2. BC equal to AB. അപ്പോൾ അത് ഇങ്ങനെ കൊടുക്കുക. ഇനി നമ്മൾ തീർന്നു, നമ്മുടെ ആൻസർ ആയി. AB square minus AB square by 4 which is equal to 4AB square minus AB square by 4. ഇനി എന്താ അത്? That is AD square ആണ്, which is equal to 3AB square by 4. That is 4AD square is equal to 3AB square. Correct? Yes or no? Clear അല്ലേ? ശരിയല്ലേടേ? Yes, sir. ഓക്കെ ഓക്കെ. ഏയ് സോറി, ഞാൻ 11 മണി എന്നുള്ള രീതിയിലാണ് പോകുന്നത്. ഓക്കെ ഓക്കെ ഓക്കെ, ടൈംസ് അപ്പ്. അപ്പോൾ താങ്ക് യു. അപ്പോൾ ഇത് ഇനി ഈ ക്വസ്റ്റ്യൻ നിങ്ങൾ നോക്കിയാൽ മതി. ഇറ്റ്സ് എ വെരി സിമ്പിൾ ക്വസ്റ്റ്യൻ, നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. ഇത് മതി. അപ്പം നമ്മൾ ഈ ചാപ്റ്റർ ഇവിടെ വിട്ടിട്ട് പോകും.